LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസം തികയുകയാണ്. പെൻഷൻ കിട്ടാതായതോടെ ദീർഘകാലത്തെ പ്രവാസി ജീവിതം കാരണം രോഗികളായവരും ഇപ്പോൾ ദുരിതത്തിലാണ്. ഇതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘം കോഴിക്കോട് പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവരുടെ പ്രതികരണം കേട്ടു. ശരിക്കും ഇപ്പോൾ പ്രവാസികൾ പ്രയാസികളായി മാറിയിരിക്കുന്നു. 3 മാസമായിട്ട് പ്രയാസത്തിലാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 5 കൊല്ലം അടച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിത് കഴിഞ്ഞാൽ ഒരു 60 വയസ്സായാലും ഞങ്ങൾ കിട്ടുമല്ലോ എന്നുള്ള ധാരണയിലിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാണ്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഇതിൽ മുമ്പിലുണ്ട്. ഈ പ്രവാസി പെൻഷൻ്റെ കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഇത് തന്നെ, എന്താ മാഡം പ്രവാസി പെൻഷൻ കിട്ടാതെ നമ്മളെങ്ങനെ ജീവിക്കും? അപ്പോൾ ഇപ്പം 3 മാസമായില്ല കിട്ടാത്ത. പ്രവാസീൻ്റെ ഒരു ക്ഷേമ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇതുവരെ മുഖ്യമന്ത്രിയോ അല്ല ബന്ധപ്പെട്ടവരോ ആരും തന്നെ അതിനൊരു ഒന്നും നടത്തിയിട്ടില്ല. അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. നമ്മളെ മാറ്റത്തിനുള്ള കാരണം പ്രവാസീൻ്റെ നല്ലൊരു കൈത്താങ്ങുള്ളതുകൊണ്ടാണ് നമ്മളെ കേരളം ഇതുപോലെ ആയി വന്നത്. ആ പ്രവാസികളാണ് ഈ അറ്റി നിർത്തുന്നത്. എന്താണ് ഈ സർക്കാരിൻ്റെ ഈ തെറ്റായ പ്രവണതക്കെതിരെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സമരം. ഇതൊരു സൂചന മാത്രമാണ്. ഞാൻ തുടർച്ചയായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന ആളാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇനി 3 മാസം പെൻഡിംഗ് ആണ്. വളരെ ബുദ്ധിമുട്ട് തന്നെ ഓരോരുത്തരും രോഗികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്കേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പം പലതരം രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്. അവർക്കിതൊരു ആശ്വാസമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം പ്രവാസിനെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാണ് ആക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യമാതിരി രോഗമില്ല ആൾക്കാർക്ക് മരുന്ന് വാങ്ങാനോ ഗുളിക വാങ്ങാനോ ഈ 3 മാസക്കാലമായിട്ട് യാതൊരു വഴിയില്ല. എന്നാൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഗൾഫിൽ ചൂടും വെയിലും കൊണ്ടിട്ട് കേരളത്തിനെ പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം കഷ്ടപ്പെട്ട ഒരു കൂട്ടരാണ് പ്രവാസികൾ. ഈ മുൻകാലങ്ങളിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകളൊക്കെ പ്രവാസികളെ ചേർത്ത് പിടിക്കുകയും പലവിധ പദ്ധതികളും ഒരുപാട് കോടികളുടെ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടാണ് ഈ സമൂഹത്തെ പ്രവാസി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള UDF ഗവൺമെൻറ് ദ്രോഹ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കൈക്കൊള്ളുന്നത്. 3 മാസമായി പ്രവാസിൻ്റെ ക്ഷേമനിധി പെൻഷൻ കിട്ടാത്തത്. ഒരു പെൻഷനും കിട്ടുന്നില്ല. ഭയങ്കര ദുരിതത്തിലാണ്. ഈ മഴക്കാലത്ത് നല്ല കഷ്ടപ്പാടിലാണ്. മരുന്ന് വാങ്ങാനോ ഒരു പണിയും ഇല്ലാത്തതാണ്. കുട്ടികളുടെ പഠിത്തത്തിന് പോലും അങ്ങനത്തെ ഒരു കാര്യം ഒരു ബോർഡും വെച്ചിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ആടുന്ന് പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന പൈസയല്ലേ സർക്കാരിനാക്കി. ഇതിനൊരു CVO ഇല്ല. CEO ഇപ്പോൾ നിലവിലില്ല. ഒരു ചെയർമാൻ നിലവിലില്ല. അപ്പോൾ ഈ അപേക്ഷകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പം തന്നെ പെൻഷൻ തന്നെ തിരിമറി നടത്തിയാണ്. ഇപ്പോൾ അംശാദായം അടുക്കുന്ന അടവുകൾ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു പെൻഷൻ കൊടുത്ത് ഈ സമരങ്ങൾക്കൊന്ന് കണ്ട് സോഷ്യൽ മീഡിയ വഴി ഒന്ന് അവഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമേ ചെയ്തത്. എന്ത് അപേക്ഷകൾ കൊടുത്താലും അത് എവിടത്തേക്കാണ് ഒരു നാഥനില്ലാത്ത കളിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് CEO നിയമിച്ച് ഒരു ചെയർമാനെ നിയമിച്ച് അതിൻ്റെ എല്ലാ ഫയലുകളും പരിശോധിച്ചിട്ട് കാര്യം ശക്തമായി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. 1 മാസത്തെ പെൻഷൻ മുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള വനിതകൾക്ക് വളരെ ബുദ്ധിമുട്ടാണത്. അവർക്ക് മരുന്ന് വാങ്ങാനുള്ള പൈസ പോലും അവർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വളരെ സങ്കടകരമായിട്ടാണ് അവരുടെ സ്ഥിതി ഉള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു അഭ്യർത്ഥനയാണ് ഗവൺമെൻറ്റിനോട്, പ്രവാസികൾക്കുള്ള പെൻഷൻ മുടക്കരുത്. മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാത്ത ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇതിലുണ്ട്. അതിൽ ഈ സ്ത്രീകളുടെ എണ്ണം കൂടി ഇപ്പോൾ UDFൻ്റെ ആൾക്കാർ പോലും നമ്മുടെ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നാളെ തന്നെ ഈ സമരം ഇനിയും മുന്നോട്ട് പോകുമല്ലാതെ പുറകോട്ടിന് ഞങ്ങളില്ല. അത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം പിന്നെയും പെൻഷനൊന്നും കിട്ടാത്ത ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും വീട്ടിൽ ഓരോരുത്തരിൽ ഇങ്ങനെ പറയുന്നതൊക്കെ വല്ലാത്ത വിഷമമുണ്ട്. കാരണം ഈ പെൻഷൻ കൊണ്ട് കഴിയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പിൽ അതിൻ്റെ ബില്ല് അവിടെ വെച്ചിട്ട് ഇതാ പെൻഷൻ വന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിപ്പോകുന്ന ആളുകളെ ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഇന്നാൾ മുഖ്യമന്ത്രി പറഞ്ഞ് എന്നെ കാനഡയിൽ നിന്ന് ഒരാൾ വിളിച്ചു എന്നോട് പറഞ്ഞ് പിന്നെ പെൻഷൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ കാനഡയിലുള്ള ആളുകളെ പോലുള്ള ആളുകൾക്ക് ആ പെൻഷൻ കൊടുക്കുന്നത് എന്ന് വരുത്തി ഈ പെൻഷനെ നിർജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ നടക്കുന്നത്. 3 മാസമായി ഈ ഫോണുകൾ എന്തായിട്ടില്ല, ഫോൺ എടുക്കുന്നേ ഇല്ല. ഞാൻ ഇപ്പം മേലെ കയറിയിട്ട് ഞാൻ അന്വേഷിച്ചു. ഇപ്പം പറയുന്നത് അതേ 3 ജില്ലകൾക്ക് മാത്രം ഇവിടെ ഒറ്റൊരു ഫോൺ മാത്രമേ അതുകൊണ്ടാണ് എടുക്കുവാനാകാതെ എന്നല്ലേ. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് അന്വേഷിക്കാനാവുമോ? അതൊന്നും ആകാതെ കാര്യങ്ങളാണ്. അതിനെല്ലാം വേണ്ടിയിട്ട് ഇത് ശക്തമായ കാര്യമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരുവാനാവില്ല. അന്വേഷണത്തിന് ഇവിടെ വരുവാനാവില്ല. ഇതിൻ്റെ അതിനാണ് ഫോൺ വെച്ചത്. ഈ കൗണ്ടറിൽ നിന്ന് ഇവരെ ഫോൺ എടുക്കില്ല. അതുപോലെ ബിസിയാക്കിയില്ല. ബിസിയാക്കിയെന്ന് വെച്ചാൽ എടുക്കണ്ടല്ലോ. അപ്പോൾ എന്നാൽ സമാധാനം തരണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന അവസ്ഥ.
നമ്മളൊരു കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ നമുക്ക് കോൺഗ്രസ് അധികാരത്തിൽ കയറിയിട്ട് പോലും നമ്മുടെ പൈസ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ തന്നെ നമുക്കൊരു മാനസികമായിട്ടൊരു ഇത് ഉണ്ടാവും. കാരണം അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സർക്കാർ തന്നെ അധികാരത്തിൽ കയറിയിട്ട് നമ്മളോട് ഇങ്ങനത്തെ കളി കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയാനാണ് ഈ പറഞ്ഞ മാതിരി? ഈ നോർക്കയുടെ ഭാഗമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ പ്രവാസികൾക്ക് കിട്ടുന്നുണ്ട്. വെച്ചാൽ അവിടെ മരണപ്പെട്ട ആളുകൾക്ക് ഉള്ള ധനസഹായമുണ്ട്, അതുപോലെ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞാലുള്ള ധനസഹായമുണ്ട്. അങ്ങനെ നിരവധി സഹായങ്ങൾ ഈ നോർക്കേൻ്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല. അതിനൊക്കെ നമ്മളെ കഴിഞ്ഞ സർക്കാരുകൾ നമ്മളെ ബഡ്ജറ്റിൽ നല്ലൊരു തുക ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനൊരു തുക മാറ്റി വെക്കുമോ? അങ്ങനത്തെ ഒരു പ്രവർത്തനം ഇല്ല. പ്രവാസികളോട് വളരെയധികം മോശമായ രൂപത്തിലാണ്